ഇതുപോലുള്ള തനി നാടനാണ് നാടൻ കോഴിയും കുഞ്ഞുങ്ങളൊക്കെയാണ് നിങ്ങൾ തരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളി, നഷ്ടമൊന്നും ഉണ്ടാവില്ല. അതിൽ അടിപൊളി അമ്മക്കോഴിയും കുഞ്ഞുങ്ങളാണ് നമ്മളവിടെ കൊടുക്കുക. അതുപോലെയുള്ള പല വെറൈറ്റി കളറ് കുഞ്ഞുങ്ങളും അമ്മക്കോഴി ഉണ്ടാവും. ഇത് നമ്മളെ കൊടുത്തതാണ് കേട്ടോ. അത് ഇതിലെ കുഞ്ഞുങ്ങൾ കൊടുത്തതാണ്, കണ്ണൂർ ഭാഗത്തേക്ക് പോയതാണ്. കണ്ടില്ലേ, തനി നാടൻ എന്ന് പറയുന്ന നാടൻ കോഴിൻ്റെ രീതികളാണ് ഈ കാണുന്നത്. ഇതൊക്കെ അടയിരുന്ന് വിരിഞ്ഞ കോഴിയും കുഞ്ഞുങ്ങളാണ്. പുറത്തുനിന്ന് മഴ ആയതുകൊണ്ട് ഒരുപാട് ശബ്ദമുണ്ട്, ഇതിൽ ഉൾപ്പെടുന്നുണ്ടോ എന്നുള്ള അറിയില്ല. ഏതായാലും സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെയുള്ള പല വെറൈറ്റികളാണ് ഇതിൽ. കുഞ്ഞുങ്ങൾ കൂടുതലും വരുന്നത് ഈ അമ്മക്കോഴിൻ്റെ അതേമാതിരത്തെ പുള്ളികളാണ് വരുന്നത് കേട്ടോ. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിയല്ല. ഇത് ചിലർ റെഡ് പുള്ളി എന്ന് പറയുന്നുണ്ട്, ചിലർ ലൈനേജ് പുള്ളി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഏതായാലും ഈ കാണുന്ന ഐറ്റംസ് പുള്ളികൾ നമ്മൾ വേറെ തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കോഴിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. അങ്ങനത്തെ വെറൈറ്റി പുള്ളികളുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇല്ലാത്ത. പുള്ളി എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കൂടുതലും വരുന്നത്. അതല്ലാതെ ഇതുപോലുള്ള പുള്ളികളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലുള്ള കുഞ്ഞുങ്ങളാണ് ഇത് തോന്നുള്ളത് കൂടുതൽ വരുന്നത്. പിന്നെ ആ വൈറ്റ് പോലെ കാണുന്നത് വൈറ്റ് അല്ല, ഒരു ഓറഞ്ച് മാതിരി വരുന്നത് അത് വേറൊരു ഐറ്റംസ് പുള്ളിയിൽ വരും. പിന്നെ വൈറ്റുമൽ തലൻ്റെ മുകളിലൊരു ചെറിയ ബ്ലാക്ക് പുള്ളി കാണുന്നത് കാപ്പിരിയിൽ പെട്ട ഒരു കുഞ്ഞാണ്. അങ്ങനെയുള്ള ഐറ്റംസാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതുവരെ ടീം വരെ കൂടുതൽ മുട്ട അട വെച്ചിട്ട് അതിൽ വിരിഞ്ഞില്ല, 1-2 വിരിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിക്ക് സൂട്ടാക്കാൻ പറ്റിയ കുഞ്ഞുങ്ങളുണ്ടോ വെച്ച് വിളിച്ചപ്പോൾ നമ്മൾ വീഡിയോ ഇട്ട് കൊടുത്ത് അവർക്ക് ഓക്കെ ആയപ്പോൾ ആ കുഞ്ഞുങ്ങളെ നമ്മൾ അയച്ചു കൊടുത്തിന്. അവരെ കയ്യിൽ കിട്ടി, ഉഷാറാണെന്ന് പറഞ്ഞ് 2-3 ദിവസമായി, 3-4 ദിവസമായി തോന്നുന്നുണ്ട് ഇപ്പോൾ കിട്ടിയിട്ട്. അതുപോലെയുള്ള ഓരോ ഐറ്റംസിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. തനി നാടൻ കോഴികൾ തിരഞ്ഞെടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നഷ്ടമൊന്നും ഉണ്ടാവില്ല. കാരണം ഇതുപോലെയുള്ള നമ്മളെ ചാനലിൽ കയറിയാണ്ട് ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇതൊക്കെ നമ്മളിവിടെ അടയിരുത്തി വിരിയിച്ച് കൊടുക്കുന്ന കോഴി കുഞ്ഞുങ്ങളാണ് ഉണ്ടാവുക. ചിലത് അമ്മക്കോഴിന് കൊടുക്കാത്തതാണെങ്കിൽ കുഞ്ഞുങ്ങൾ മാത്രം കൊടുക്കും, ചിലത് ഒരു മാസമായി കൊടുക്കും. ഇപ്പോൾ ഇന്നലെ ഞാൻ പോസ്റ്റ് ഇട്ടത് തിരുവനന്തപുരം എത്തി, ആറ്റിങ്ങൽക്കാണ് പോയത്. അപ്പോൾ ഓരോ ദിവസവും ഓരോ ഐറ്റംസിലാണ് കൊടുക്കുന്നത്. ഞാൻ ആവശ്യക്കാരുണ്ട് പെട്ടെന്ന് വിളിച്ചോളി തന്നെ ഒരു മാസമായ പോസ്റ്റ് ഇട്ടിനി, അതോരെ കയ്യിൽ സാധനം കിട്ടീന്. അപ്പോൾ ഓരോ വെറൈറ്റിയിൽ നമ്മളെന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മളിങ്ങനെ നല്ല നല്ല ഐറ്റംസ് നോക്കി എടുത്തിട്ട് അടച്ച് വിരിച്ച് ചെയ്യുക. അതിൽ കാണുന്ന പൂവൻ കോഴി ഉണ്ടല്ലേ, അതൊക്കെ നമ്മളവിടെ പാനൽ സ്റ്റോക്കിലുള്ളതാണ്. അപ്പോൾ അതൊക്കെ വെറൈറ്റി കുഞ്ഞുങ്ങൾ ഇറങ്ങും അങ്ങനെയുള്ള അടിപൊളി കോഴികൾ ഉണ്ടാകുമ്പോൾ. അതൊക്കെ ഉണ്ടല്ലേ, ഇതുപോലുള്ള പല ഐറ്റംസ് പുള്ളിക്കോഴികളും ഉണ്ട്. ചിലവിൽ ആ പുള്ളിയാണ് ഈ പുള്ളിയാണെന്ന് അറിയാം നമ്മളിവിടെ വന്നാണ്ട് കേട്ടോ. അത് നമുക്ക് അങ്ങനെ എടുത്തു കൊടുക്കാനില്ല. കാരണം എന്താ വെച്ചാൽ വളരെ അപൂർവം കിട്ടണമെന്ന് നമ്മൾ കൊടുക്കലില്ല. ഒലക്കെ കുഞ്ഞുങ്ങളെല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ലെവലിലാണ് ചെയ്യുന്നത്. നമ്മൾ ഓപ്പണായിട്ട് ചെയ്യലതിൻ്റെ പല വെറൈറ്റി കളറുകളുണ്ട്. ചിലരിങ്ങനെ വന്നാൽ അതുകൊണ്ട് അതുകൊണ്ടാണ് ഓരോന്ന് കാണിക്കുക ചെയ്യുക. അപ്പോൾ നമുക്ക് അങ്ങനെ എല്ലാം കൊടുക്കാനില്ല. നമ്മൾ കൂടുതലും കുഞ്ഞുങ്ങളായിട്ട് തന്നെ കൊടുക്കലുള്ളൂ. ഇതൊക്കെ കണ്ടില്ല, കുഞ്ഞുങ്ങളെല്ലാവരും ഉള്ളിൽ ഒതുക്കി നിർത്തിക്കുകയാണ്. അതാണ് നാടൻ കോഴിൻ്റെ രീതി. ഉഷാറായിട്ട് എല്ലാവരും നോക്കുന്നുണ്ട്. ഇവിടെ വന്നവർക്കൊക്കെ അറിയാൻ പറ്റും, കുറേ ആൾക്കാർ ഇവിടെ വരലുണ്ട്, ചിലർ കാണാനായിട്ട് വരലുണ്ട്. ഇന്നിപ്പോൾ ഒരാൾ ഇനി ഒരു തിരൂരിലാണ്, ഇടയ്ക്ക് വരലുണ്ട്. അപ്പോൾ മുട്ടയ്ക്ക് വേണ്ടിയിട്ട് തന്നെ മുട്ട ഒന്നും നമുക്ക് എന്താ വെച്ചാൽ കൊടുക്കാൻ തയ്യൂല. ഇപ്പം തന്നെ 4-5 കോഴികൾ അടയിൽ കിടക്കുകയാണ്. അപ്പോൾ നാളെ മറ്റന്നാളായിട്ടുള്ള മുട്ട ആകുമ്പോൾ അത് എടുത്താണ്ട് അട വെക്കുക ചെയ്യുക. അപ്പോൾ എന്താ വെച്ചാൽ മുട്ട ആരും ചോദിക്കരുത്. കാരണം ഒരു കോഴി ഏറെ എന്നാൽ 10-15 മുട്ട ഇടുള്ളൂ, ചിലത് 10-12 അങ്ങനെയൊക്കെ ഇടുള്ളൂ. അപ്പോൾ നമ്മളത് മുട്ട കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ചാൽ അത് ആൾക്കാർക്ക് കോഴി കുഞ്ഞുങ്ങളായിട്ടുള്ള ഓർഡറിൽ കൊടുക്കാനില്ല. കുറേ ആൾക്കാർ ഇപ്പോൾ വെയിറ്റിംഗ് ഉണ്ട്. പിന്നെ ഓരോ ആൾക്കാരും ഓരോ സൈസിലാണ് ഉള്ളത്. കൂടുതൽ ഓർഡർ വരുന്ന പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് എങ്ങനെ കിട്ടണം എന്നുള്ള ലെവലിലാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല ആൾക്കാരും എടുക്കണം എന്നുണ്ടാവും, എന്താണ് പ്രശ്നങ്ങൾ എന്നുള്ള ലെവലിൽ ചിലവർ ഓരോ കാരണങ്ങളുണ്ടാവും. അപ്പോൾ ആ കാരണമൊക്കെ കമൻറ്റ് ചെയ്യുക, എന്നാലേ നമുക്ക് അറിയുള്ളൂ. ചിലർ നമ്മൾ വീഡിയോ ഇട്ട് കൊടുത്തിട്ടും പിന്നെ മറുപടി ഒന്നും തരാത്തതുണ്ട്. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക, എന്നാലേ അതനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്താണ്ടെങ്കിലൊക്കെ വരുത്തി സെറ്റാക്കാൻ പറ്റുള്ളൂ. അതായത് തനി നാടനാണ് ഇവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ. നല്ല നല്ല ഐറ്റംസാണ് ഉണ്ടാവുക. പിന്നെ 90-ാം കോഴി പറയുന്നത് വലിയ ടൈപ്പാണ് ഉണ്ടാവുക, 60-ാം ടൈപ്പ് ചെറിയ ടൈപ്പാണ് ഉണ്ടാവുക. പിന്നെ 90-ാം ടൈപ്പിൽ വരുന്ന ഗീരിപ്പുള്ളിനൊക്കെ കണ്ടാൽ ആരൊക്കെ കമൻ്റ് ഇട്ടിനി അത് നാടനല്ല എന്ന് അറിഞ്ഞുകൊണ്ട്. അത് തൊപ്പിക്കോഴിയാണ്, നാടനിൽ പെട്ട തന്നെയാണ്, അടയിരിക്കുന്നതാണ്. അപ്പോൾ അത് അടായ കോഴിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ അടുത്ത് വന്നിട്ടുള്ളൂ. അപ്പോൾ അതുപോലെയുള്ളതൊക്കെയാണ് കൊടുക്കൽ. അതുകൊണ്ടല്ലേ അതേമാതിരി ബോക്സിൽ അടച്ച് വിരിക്കുന്ന ആ കുഞ്ഞുങ്ങളാണ് കൊടുക്കൽ. കുഞ്ഞുങ്ങളൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതിമേൽക്ക് ഇനി ഇതേമാതിരി ചെറിയ പുള്ളി വെള്ള പുള്ളികൾ ഇങ്ങനെ കയറി വരിക ചെയ്യുക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പുള്ളികൾ വരിക പറഞ്ഞാൽ ബ്ലാക്കും വൈറ്റും ആയിട്ടാണ് ആദ്യം തന്നെ വിരിയുമ്പോട്ട്. അതിലിപ്പോൾ ഒന്ന് കാണുന്ന ബ്ലാക്കും വൈറ്റും കാണുന്നത് അത് കാപ്പിരിയിൽ വരുന്ന പുള്ളിയാണ് വരിക. ഓരോ ഐറ്റംസിലും ഓരോ ദിവസം കൊടുക്കുക. എല്ലാവരും സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.